ബിഗ് ബോസ് ഷോയിൽ അതിഥികളായിട്ട് ഓരോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ട് വന്നത് നമ്മൾ കണ്ട ഒരു അലമാര കൊണ്ടുവച്ചിട്ട് അതിനകത്തുനിന്ന് ജാൻമണിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പുറത്തുനിന്ന് ഗസ്റ്റ് ആയിട്ട്. അപ്പോൾ ജാൻമണി വന്നപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇനി പുറകെ ഓരോ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജാൻമണി വന്നപ്പോൾ എന്തായാലും ഓഫ് കോഴ്സ് എല്ലാവരെക്കാട്ടും സന്തോഷമായത് നമ്മുടെ ജിൻഡോ ചേട്ടനായിരിക്കും. കാരണം ജിൻഡോയുടെ ചങ്ക് ആയിരുന്നു ജാൻമണി എന്ന് പറയുന്നത്. ജിൻഡോയ്ക്ക് നല്ല കമ്പനി ആയിരുന്നു. ജാൻമണി പോയപ്പോൾ ജിൻഡോ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ വന്നപ്പോൾ ആ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്ര ഒരു സന്തോഷം ജിൻഡോയുടെ മുഖത്ത് വന്നില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ കൂടി ജിൻഡോ ബ്രോയ്ക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റീ എൻട്രി ആയിട്ട് വന്നത് എമിനെയാണ്. അപ്പോൾ ആ റീ എൻട്രി വരുന്നതിന് മുമ്പിട്ട് ഇപ്പോൾ ഓരോരുത്തർ വന്നു തുടങ്ങുമ്പോൾ ഓരോരുത്തരുടെ ബെസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇതൊക്കെ കാണും, ആരാ വരുന്നതെന്നുള്ളൊരു ആകാംക്ഷയാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട ആൾ ജാസ്മിൻ തന്നെയാണ്. ജാസ്മിൻ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഗബ്രി ആയിരിക്കും, ഗബ്രി വരണേ എന്നുള്ള ഒരു ചിന്തയിലാണ് ജാസ്മിൻ. അപ്പോൾ എന്തായാലും ഗബ്രി വരാനായിട്ട് കാത്തിരിക്കുന്ന ആൾ ജാസ്മിനാണ്. ഗബ്രി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ റീ എൻട്രി ആയിട്ട് വന്നേക്കുന്നത് യമുനയാണ്. യമുന ഒരു ചെറിയ ബോക്സിനകത്തൊക്കെ ആയിട്ട് കുറേ സർപ്രൈസായിട്ട് ബോക്സിനകത്തൊക്കെ ആയിട്ട് കയറ്റിവിട്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ റീ എൻട്രി അതുപോലെ യമുന വന്നപ്പോൾ കുറച്ച് യമുന അങ്ങനെ ആരുമായിട്ട് വലിയ അറ്റാച്ച്ഡ് അല്ലാത്തതുകൊണ്ട് കോമൺലി ഒരു എല്ലാവർക്കും ഒരു കണ്ടതുകൊണ്ടുള്ളൊരു ഹാപ്പി അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അടുത്ത റീ എൻട്രി ആയിട്ട് വന്നേക്കുന്ന ഒരു ടെഡി ബിയറിൻ്റെ രൂപത്തിലൊക്കെ കയറ്റി വിട്ടേക്കാണ്. അത് ആരാണെന്ന് ഇതുവരെ കണ്ടില്ല. അതിൻ്റെ പ്രോമോ നമ്മൾ കണ്ടിരുന്നു. അത് ആരാണെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും അത് ഗബ്രി ആയിരിക്കുമോ? ആയിരിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരോ ആയിരിക്കും. പക്ഷേ ഇനി രതീഷാണോ അതും അറിയാൻ വയ്യ. പക്ഷേ രതീഷ് വരുന്നതിൽ ഒരുപാട് സങ്കടമുള്ള ഒരു വ്യക്തി അതിനകത്ത് തന്നെ ഉണ്ട്. അത് നമ്മുടെ വേറെ ആരും ഇല്ല, ജാസ്മിനാണ്. ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങേരെ കയറ്റി വിടുമോ എന്നൊക്കെ. ജാസ്മിൻ അവിടെ നിന്ന് തലയിൽ കൈവശൊക്കെ ഇരുന്ന് ഒരുപാട് ആലോചിക്കുന്നുണ്ട്, ഇങ്ങനെ കയറ്റി വിടുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത റീ എൻട്രി ആരാന്ന് അറിയത്തില്ല. അത് കാത്തിരുന്ന് തന്നെ അറിയണം.